റഹീസ് റഷീദും VS രഞ്ജിത്തും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം റഹീസിലേക്ക് പോവുകയാണ്. റഹീസ്, ഇപ്പോൾ മാനവീയം വീഥിയിൽ 20-ാം തീയതി ബീഫ് ഫെസ്റ്റ് നടത്തി. അവിടെ ജില്ലാ സെക്രട്ടറി VS ജോയി അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. ശരിയാണ്, വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാതെ ഉയർന്നു വന്നു. അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല എന്ന രീതിയിലേക്ക് പിന്തിരിഞ്ഞ് നടക്കുന്നത് എന്തിനാണ് പിന്നെ? മധു, ബീഫ് ഫെസ്റ്റിവലുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനം SFIയുടെ സംസ്ഥാന നേതൃത്വം എടുത്തു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ മാധു പറഞ്ഞ തിരുവനന്തപുരത്തെ മാനവീയത്ത്, തൃശ്ശൂരിലെ കേരളവർമ്മ കോളേജിൽ, ഒപ്പം പാലക്കാട്ട് ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി നടത്തിയ ഈ 3 പരിപാടികളാണ് SFIയുടെ ബാനറിൽ സംസ്ഥാനത്ത് കേരള സ്റ്റോറിക്കെതിരായി ബീഫ് ഫെസ്റ്റായി നടന്നത്. ഈ 3 പരിപാടിയും സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്തതനുസരിച്ച് നടന്നതല്ല എന്നാണ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പകരം പ്രാദേശിക നേതൃത്വം നടത്തിയ പരിപാടിയാണ്. ആ പരിപാടിയെ SFIയുടെ സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുന്നൊന്നുമില്ല. ക്യുക്കായി ഒരു വിഷയം വന്നപ്പോൾ അതിൽ പ്രതിഷേധം നടത്തിയതാണ്. പക്ഷേ അത് ക്യാമ്പസുകളിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ ആഹ്വാനം ചെയ്ത് താഴെത്തട്ടിൽ ഇനി ആ പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാനവീയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് തന്നെ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയിയാണ്. അതിൽ SFIയുടെ ജില്ലാ നേതാക്കളെല്ലാം, ജില്ലാ സെക്രട്ടറി നന്ദനും പ്രസിഡന്റ് അവിനാശ് അടക്കമുള്ള ആളുകളെല്ലാം പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ SFIയുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് നമ്മൾ ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീടുണ്ടാകുന്ന വിവാദം വല്ലതും മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, സംസ്ഥാന നേതാക്കൾ അതിൽ പങ്കെടുത്തിരുന്നില്ല. എന്തായാലും ആ SFI ബീഫ് ഫെസ്റ്റ് ഓൺ ചെയ്യുന്നില്ല, അത് തുടരാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നാണ് സംസ്ഥാന നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ശരി.